ഇനി സംസ്ഥാനത്തെ മഴ സാഹചര്യം എന്താണെന്ന് നോക്കാം. പലയിടങ്ങളിലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന പ്രതീതി തന്നെയാണ്. പക്ഷേ കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് സജീവമായി ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും കഴിഞ്ഞ 16 വർഷത്തിനിടയിലെ ഏറ്റവും നേരത്തെയാണ് കേരളത്തിൽ ഇത്തവണ മൺസൂൺ എത്തിയത്. 2009-ലും 2001-ലും ആയിരുന്നു അവസാനമായി സംസ്ഥാനത്ത് മൺസൂൺ ഇത്രയും നേരത്തെ എത്തിച്ചേർന്നത്. ജൂൺ 1-ന് സാധാരണ ആരംഭിക്കുന്ന കാലവർഷത്തിന് 8 ദിവസം മുൻപാണ് ഇത്തവണ, അതായത് മെയ് 24-ന് കാലവർഷം കേരളത്തിൽ എത്തുകയും ചെയ്തത്. ഇനി IMDയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ മാത്രമല്ല, കർണാടക, പുതുച്ചേരി, തമിഴ്നാട്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമൊക്കെ മഴ നേരത്തെ ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ കാലവർഷം നേരത്തെ എത്തിയിരുന്നു എന്ന് പറയാം. കേരളത്തിൽ കഴിഞ്ഞ കാലവർഷം ആരംഭിച്ചത്, അതായത് 24 മുതൽ 31 വരെ മാത്രം ലഭിച്ചത് റെക്കോർഡ് മഴയെന്നാണ് ഈ രേഖപ്പെടുത്തപ്പെട്ട കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. സാധാരണ ലഭിക്കേണ്ട 69.6 മില്ലിമീറ്റർ മഴയ്ക്ക് പകരം 395.3 മില്ലിമീറ്റർ മഴയാണ് ഇത്തവണ ലഭിച്ചത്. അതായത് ഈ സമയത്ത് കിട്ടേണ്ടതിന്റെ 6 ഇരട്ടി എന്ന് പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. 6 ദിവസത്തിനിടെ 632.7 മില്ലിമീറ്റർ മഴയാണ് കണ്ണൂരിൽ ലഭിച്ചത്. കോഴിക്കോട്, മാഹിയിലും 500 മില്ലിമീറ്ററിലധികം മഴ ലഭിക്കുകയും ചെയ്തു. ഇനി തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. അവിടെ 201.6 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അതായത് 59.5 മില്ലിമീറ്റർ മഴയാണ് സാധാരണ അവിടെ ലഭിക്കേണ്ടത്. അതും ആ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അധികമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിന് മുൻപ് ഇത്തരം സാഹചര്യം ഉണ്ടായത് 2009-ലാണ്. നേരത്തെ പറഞ്ഞല്ലോ, മെയ് 23-നാണ് അന്ന് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ആരംഭിച്ചത്. 1975-ന് ശേഷമുള്ള ഏറ്റവും നേരത്തെയുള്ള മൺസൂൺ വരവുകളിൽ ഒന്നായിരുന്നു അത് എന്ന് പറയാം. കേരളത്തിൽ ഇക്കാലയളവിൽ സാധാരണ ലഭിക്കേണ്ട മഴയുടെ 96% മഴയാണ് ലഭിച്ചത്. കണ്ണൂരിൽ 1019.4 മില്ലിമീറ്റർ, ഇടുക്കിയിൽ 752.4 മില്ലിമീറ്റർ, കാസർഗോഡ് 649.6 മില്ലിമീറ്റർ, കോട്ടയത്ത് 903.8 മില്ലിമീറ്റർ. അങ്ങനെ പോകുന്നു മഴയുടെ കണക്ക്. 2009-ൽ രാജ്യത്തുടനീളം മൺസൂൺ ദുർബലമായിരുന്നിട്ടും കേരളത്തിൽ പല ഭാഗങ്ങളിലും സാധാരണ മഴയോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു എന്നാണ് ഈ കണക്കുകളെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്.